ഹിജാബ് വിവാദത്തിൽ മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ച് എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ ടി.സി. വാങ്ങി. 2ലും 3ലും പഠിക്കുന്ന സഹോദരികളാണ് സ്കൂൾ മാറിയത്. ഇരുവരെയും തോപ്പുംപടി ഔവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. ഹിജാബ് വിഷയത്തിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ സെന്റ് റീത്താസ് സ്കൂളിൽ ഉണ്ടായതിനെ തുടർന്ന് ഈ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെയാണ് PTA പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പരാമർശങ്ങൾ തങ്ങളെ വേദനിപ്പിച്ചു. അതുകൊണ്ട് അതിനോടുള്ള അവരുടെ പരാമർശങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായി സ്കൂൾ വിടുകയാണ് എന്നാണ് ഈ 2 കുട്ടികളുടെ മാതാപിതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നത്. ടി.സിക്ക് വേണ്ടിയുള്ള അപേക്ഷ വെള്ളിയാഴ്ച നൽകുകയും ചെയ്തിരുന്നു. ഇവർ വ്യക്തമായി ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നത് തങ്ങൾ ഹിജാബ് കാര്യങ്ങളിലുള്ള എതിർപ്പോ മറ്റോ ഒന്നുമല്ല തങ്ങൾ ഇതിലൂടെ പ്രകടമാക്കുന്നത്. പക്ഷേ ഈ വിഷയം സംബന്ധിയായ കാര്യങ്ങളിൽ പരാമർശങ്ങൾ നടത്തിയപ്പോൾ അതിൽ വലിയ രീതിയിൽ തങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ സ്കൂൾ മാറ്റാൻ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് സ്കൂൾ മാനേജ്മെൻറ്റ് ഈ വിഷയത്തിൽ തങ്ങൾക്ക് ടി.സി. നൽകുന്നതിൽ യാതൊരു എതിർപ്പോ തടസ്സങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നത് മാതാപിതാക്കളുടെ തീരുമാനമാണ്, അത് അവർക്ക് വിടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് ഇന്നാണ് ടി.സി. വാങ്ങിയത്. ഇനി അടുത്ത ദിവസം തന്നെ അടുത്ത പ്രവൃത്തി ദിനം തന്നെ തോപ്പുംപടിയുള്ള അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റുമെന്നാണ് അവിടെ മാതാപിതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു, സ്കൂളിലായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്നതെല്ലാം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ആ 2 കുട്ടികളെ അവിടെ നിന്ന് മാറ്റി അടുത്തൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് തന്നെയാണ് അവർ മാറ്റുന്നത്. ഏതായാലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളോട് തങ്ങൾക്ക് ബഹുമാനമാണ്, എതിർപ്പില്ല എന്നതെല്ലാം തന്നെയാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ വിഷയത്തിന് ഇതിൽ ഹിജാബ് വിവാദത്തിലേക്ക് വന്ന പെൺകുട്ടിയുടെ ടി.സി. ഉടൻ തന്നെ വാങ്ങിക്കുമെന്നാണ് അവരുടെ പിതാവ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു. അത് സർക്കാരിൻ്റെ സർക്കുലർ ചോദ്യം ചെയ്തുകൊണ്ട് സെന്റ് റീത്താസ് സ്കൂൾ നൽകിയ ഹർജിയാണ്. ഈ ഹർജിയിൽ സർക്കാരിൻ്റെ നിലപാട് ആരാഞ്ഞ് ഹൈക്കോടതി വ്യക്തമാക്കാനായിട്ട് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ചയാണ് അത് വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് കൂടി ഇക്കാര്യത്തിൽ അറിയിക്കും. സർക്കാർ എന്ത് നടപടികളെടുത്തു, ഏത് തുടർ നടപടികൾ എന്താകുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കും. അപ്പോൾ ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ, അതായത് അനുകൂലമായോ മറ്റെന്തെങ്കിലോ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും ടി.സി. വാങ്ങുക എന്നതാണ് ആ പെൺകുട്ടിയുടെ കുടുംബവും അറിയിച്ചിട്ടുള്ളത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.